We are currently involved in a fight with the RSS BJP. With the RSS BJP. നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയുമായിട്ട് ഒരു തികഞ്ഞ കടുത്ത മത്സരത്തിലാണ്. I differentiate between the left and the RSS. ഞാൻ തീർച്ചയായും വ്യത്യസ്തമായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷത്തെയും RSSനെയും വ്യത്യസ്തമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Of course we fight the left in Kerala. തീർച്ചയായും കേരളത്തിൽ നമ്മൾ ഏറ്റുമുട്ടുന്നത് ഇടതുമുന്നണിയോട്. But the left has never done what the RSS is doing. പക്ഷേ RSS ഈ രാജ്യത്തോട് ചെയ്തത് ഒരിക്കലും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. The left has never questioned the institutions of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒരിക്കലും ഇടതുപക്ഷം ചോദ്യം ചെയ്തിട്ടില്ല. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെക്കുറിച്ച് നല്ല ബോധ്യത്തിൽ രാഹുൽ പറഞ്ഞു. കേരളത്തിന്റെ പുരോഗതിയെയും ഈ മലയാള ഭൂമികയിൽ തെളിഞ്ഞ മതനിരപേക്ഷ ഭാവത്തെയും അനുഭാവത്തിൽ അറിഞ്ഞ് പ്രതിഫലിച്ചാണ് രാഹുൽ പ്രസംഗിച്ചത്. മൂർത്തിയേക്കാൾ വലിയ ശാന്തിയുള്ള കോൺഗ്രസിൽ PJ കുര്യൻ അതിന് അപവാദം വരുത്തിയില്ല. RSSനെയും BJPയെയും എതിർത്ത രാഹുലിനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ മാർക്സിസ്റ്റ് വിരോധം കൂടി ഉൾപ്പെടുത്തി കുര്യൻ അത് കുര്യന്റേതായ രീതിയിൽ സമഗ്രമാക്കി. ഇടയന് ബോധ്യമായത് കുഞ്ഞാടുകൾക്ക് കൂടി ബോധ്യമാകട്ടെ. ഈ ഘട്ടത്തിൽ ഉയരുന്ന മറ്റൊന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ സന്ദേശം എന്ത് എന്നത് പ്രസക്തമാകുന്നത് അവിടെ കൂടിയാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല. അത് വിശ്വപൗരനായാലും ശരി, കണ്ണൂരിലെ പൗരനായാലും ശരി. വസുദൈവ കുടുംബകം എന്നത് ലോകത്തെ മുഴുവൻ ഒന്നായി കാണുക എന്നതുകൂടിയാണ്. എന്നാലേ വിശ്വപൗരനാകൂ. സങ്കുചിത ജാതി പറഞ്ഞ് ട്വീറ്റ് ചെയ്യാൻ തരൂരിന് അപ്പോൾ ആകുമായിരുന്നില്ല. തരൂർ നിങ്ങൾ വിശ്വപൗരനല്ല. മറ്റൊരാൾ സുധാകരനാണ്, കെ സുധാകരൻ. സ്ത്രീ വിരുദ്ധതയുടെ പാരമ്യം പറഞ്ഞ് വിവരക്കേടിന്റെ ഹെഡ് ഓഫീസ് തീർത്തു അദ്ദേഹവും. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ: കുര്യന്റെ മാർക്സിസ്റ്റ് വിരോധം രാഹുലിന്റെ വായിൽ തിരുകിയതെന്തിന്? 2, സ്ത്രീ വിരുദ്ധതയും ജാതിയും പറയുന്ന കോൺഗ്രസിന് ദിശ നഷ്ടപ്പെട്ടോ? 3, അമിത്ഷയ്ക്കെതിരെയും മോദിക്കെതിരെയും ചട്ടലംഘനം ചുമത്താത്തതെന്ത്? കോൺഗ്രസ് നേതാവ് AA ഷുക്കൂർ, CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, മാധ്യമ നിരീക്ഷകനായി ഭാസുരേന്ദ്ര ബാബു, ഒപ്പം BJP പ്രതിനിധിയായി OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പുഞ്ചക്കരി സുരേന്ദ്രൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. കോൺഗ്രസ് നേതാവ് AA ഷുക്കൂർ, CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, മാധ്യമ നിരീക്ഷകനായി ഭാസുരേന്ദ്ര ബാബു, BJP പ്രതിനിധിയായി OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പുഞ്ചക്കരി സുരേന്ദ്രൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം AA ഷുക്കൂറിനോട്. ശ്രീ AA ഷുക്കൂർ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, അതായത് രാഹുൽ ഗാന്ധി ഇന്നെത്തി കേരളത്തിന് നൽകിയ ഒരു സന്ദേശം 2 എണ്ണമാണ്. ഒന്ന്, കേരളം നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ്, പുരോഗതിയുടെ പാരമ്യമുണ്ട്, ഇടതുപക്ഷം എന്നത് ശ്ലാഘിക്കപ്പെടേണ്ട ഒന്നാണ് എന്നത് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പോയതിനു ശേഷം എത്തി രാഹുൽ ഗാന്ധി പറയുകയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പോസിറ്റീവായ രാഷ്ട്രീയം 1. 2, രാഹുൽ ഗാന്ധി BJPയെ എതിർക്കുമ്പോൾ പരിഭാഷപ്പെടുത്തുന്ന PJ കുര്യൻ അവിടെ മാർക്സിസ്റ്റ് എന്നും കൂടി മാർക്സിസ്റ്റ് വിരോധം രാഹുൽ ഗാന്ധിയുടെ വായിൽ കൃത്രിമമായി തിരികെ വെക്കുകയാണ്. ഇത് മുമ്പോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതിനെ ഏത് തരത്തിലാണ് കോൺഗ്രസ് വിശദീകരിക്കുക? അല്ല, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ചില സുപ്രധാനമായ സംഭവവികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അത് ആ സൂചന എന്ന് പറയുന്നത് തന്നെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇത്രമാത്രം ദുർബലപ്പെടുത്തിയ ഒരു കാലഘട്ടം വേറെ ഇല്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണനിർവഹണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി. അത് ഭരണഘടനാ ലംഘനമാണ് എന്ന തരത്തിൽ അദ്ദേഹം പച്ചയായി ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ കൂട്ടത്തിൽ രാജ്യത്തെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ
മറ്റ് ശത്രുക്കളില്ല എന്നല്ല, ശത്രുക്കളുണ്ട്. പക്ഷേ ആ ശത്രുക്കളെ ഏതാ രീതിയിൽ കാണുന്നു എന്നുള്ളതിനും അപ്പുറം മുഖ്യ ശത്രു BJP ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ആലപ്പുഴയിലെ പ്രസംഗത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കാര്യത്തിൽ BJPയുടെ ഒരു നയം CPM-നില്ല എന്ന് പറഞ്ഞു. അത് അതിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്, സത്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു 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 പച്ചയായി കോൺഗ്രസ് നേതാവിന് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യമില്ല. കാരണം അവർ പറയുകയില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിലും മറ്റും കോടിയേരിയുമൊക്കെ വയനാട്ടിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ ഉണ്ടായ അവരുടെ ബോഡി ലാംഗ്വേജ് പോലും ജനങ്ങൾ കണ്ടു, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ യാഥാർത്ഥ്യങ്ങൾ പറയാനുള്ള ഒരു മനോഭാവം രാഹുൽ ഗാന്ധി കാട്ടുന്നത് പോലെ കാട്ടണം. ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി? ശരി ശ്രീ ഷുക്കൂർ, ശരി. യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ പറയാതെ അവിടെ തിരുത്തു നൽകി RSSനെയും BJPയെയും എതിർക്കുമ്പോൾ അവിടെ മാർക്സിസ്റ്റുകാരെ കൂടി എതിർക്കുന്നു എന്ന് PJ കുര്യൻ കുത്തിത്തിരികി കയറ്റി പരിഭാഷപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ PJ കുര്യൻ സാറിന്റെ പ്രസംഗം കേട്ടിട്ടില്ല. PJ കുര്യൻ സാറ് എന്ത് പറഞ്ഞു എന്ന് സംബന്ധിച്ച് ഒരിക്കൽ കൂടി അതൊന്ന് പ്ലേ ചെയ്യും. ശ്രീ ഷുക്കൂർ കൂടി കേൾക്കട്ടെ, ഒരിക്കൽ കൂടി അതൊന്ന് പ്ലേ ചെയ്യൂ. എനിക്കുള്ളൂ. ശ്രീ ഷുക്കൂർ കേൾക്കൂ. ആയിക്കോട്ടെ, കേൾക്കൂ. രാഹുൽ ഗാന്ധി പറഞ്ഞതും PJ കുര്യൻ പറഞ്ഞതും ഒന്ന് കേൾക്കൂ. ഓ പറയൂ. We are currently involved in a fight with the RSS BJP. With the RSS BJP. നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയുമായിട്ട് ഒരു തികഞ്ഞ കടുത്ത മത്സരത്തിലാണ്. I differentiate between the left and the RSS. We are currently involved in a fight with the RSS and BJP. RSSനും BJPക്കും എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മാർക്സിസ്റ്റുകാർക്കെതിരെ കൂടിയാണ് എന്നാണ് കുര്യൻ പരിഭാഷപ്പെടുത്തിയത്. അത് നൽകുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സമീപനമുണ്ട്. അത് അങ്ങനെയാണോ? അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഞാൻ ചോദിച്ചത്. അതാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി രാജ്യത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രസംഗത്തിൽ അത് പച്ചയായി കുര്യൻ സാർ അവതരിപ്പിക്കുന്നു. അതിൽ കേരളത്തിൽ നമ്മുടെ യുദ്ധം RSSനോടും CPM-നോടും എതിരായിട്ടാണ്. ഇത് പറയണ്ടേ? അത് രാഹുൽ പറഞ്ഞില്ലല്ലോ. പരിഭാഷ എന്നത് രാഹുൽ പറയുന്നതല്ലേ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അതായത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അല്ല. ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്നെ പറഞ്ഞു തീർത്തിട്ട് കുഞ്ഞിക്കണ്ണനിലേക്ക്. അജിം ഷാദൻ ശരിയല്ലല്ലോ. പറയൂ. രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മുടെ യുദ്ധം RSSനോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ RSSനോടൊപ്പം ഞങ്ങളുടെ യുദ്ധം CPM-നോടൊപ്പമുണ്ട്. അത് ആ യാഥാർത്ഥ്യന്റെ കുര്യൻ സാർ പറയണ്ടേ? പരിഭാഷ അതല്ലല്ലോ. അതങ്ങനെ കണക്കാക്കിയാൽ മതി. പരിഭാഷ എന്നത് അതല്ലല്ലോ. രാഹുൽ പറഞ്ഞത് അതുപോലെ പറയാനല്ലേ കുര്യൻ സാറിനെ ഏർപ്പെടുത്തിയത്. കുര്യൻ സാറിന് പ്രത്യേക പ്രസംഗം ഉണ്ടല്ലോ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. CPM ശരി. ഇല്ല, അത് ശരിയല്ല. അത് നിങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ല. എല്ലാവരിലേക്കും പോയതിനു ശേഷം ഷുക്കൂറിലേക്ക് വരാം. ഷുക്കൂർ താങ്കളിലേക്ക് വരാം. എല്ലാവരിലേക്കും പോയതിനു ശേഷം എല്ലാവർക്കും അവസരം കൊടുക്കാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കേൾക്കാമോ? അതായത് ഇവിടെ 2-3 കാര്യങ്ങളുണ്ട് സമീപനമായി രൂപപ്പെടേണ്ടത്. ഒന്ന്, കേരളത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഓടി നടന്ന ബോധ്യം കൃത്യമായി അനുഭവിച്ചറിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കേരളത്തെയും ഇടതുപക്ഷത്തെയും ഒക്കെ പുകഴ്ത്തി. ഒപ്പം RSSനെയും BJPയെയും ശക്തമായി എതിർത്ത് രണ്ടിനെയും ഡിഫറൻ്റായി, രണ്ടിനെയും വ്യത്യസ്തമായി തന്നെയാണ് കാണുന്നതും എതിർക്കുന്നതും. BJPയെ പോലെ ഒരു ശത്രുവല്ല ഇടതുപക്ഷം. ഈ ബോധ്യമൊക്കെ ഉണ്ടായിട്ടാണ് രാഹുൽ ഇവിടെ എത്തി മത്സരിച്ചത്. അത് മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഒരു പരിഭാഷകൻ എന്ന നിലയിൽ PJ കുര്യൻ രാഹുൽ ഗാന്ധിയോട് നീതി കാട്ടിയതായി താങ്കൾക്ക് തോന്നുന്നു?
നീതി കാട്ടിയില്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാലോ, PJ കുര്യൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസുകാർ BJPയുടെ അജണ്ടയിൽ കോൺഗ്രസിനെ കൊണ്ടുപോയി കെട്ടിയിട്ടവരാണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ മുഖ്യ കടമ BJP എതിർത്ത് ദേശീയ അധികാരത്തിൽ നിന്ന് വർഗീയ ഫാസിസ്റ്റുകളെ പുറത്താക്കുക എന്നതാണ് എന്ന പ്രശ്നം മതനിരപേക്ഷവാദികളും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം മുഖ്യമായി കാണുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് കേരളത്തിലെത്തുമ്പോൾ കോൺഗ്രസിനുള്ളത്. കാരണം കേരളത്തിലെ കോൺഗ്രസ് BJP ജയിച്ചാലും ഇടതുപക്ഷം തോൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഞാൻ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമായും വടകര ലോക്സഭാ മണ്ഡലത്തിലെ ക്യാമ്പയിനിൽ ഇതുപോലെ വീടുകൾ കയറി പറയുന്നത് ഒരു കാരണവശാലും ജയരാജൻ ജയിക്കാൻ പാടില്ല. നിങ്ങൾ മുകളിക്കൂട്ടിയാൽ ഈ ഫോണിന്റെ റേഞ്ച് നഷ്ടമാകുന്നു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അത് പരിഹരിച്ച ശേഷം വേഗം തിരിച്ചെത്താം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് KT കുഞ്ഞിക്കണ്ണൻ രൂപപ്പെടുത്തിയ ആ പരാമർശം അതേക്കുറിച്ചുള്ള അഭിപ്രായം തന്നെയാണ് ഇവിടെ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതായത് കേരളത്തെ ഇടതുപക്ഷത്തെ നല്ല ബോധ്യമുണ്ട് രാഹുലിന്. ഒരു ദേശീയ പരിപ്രേക്ഷ്യത്തിൽ അതിനെ ആ അർത്ഥത്തിൽ കാണുകയാണ്, സമീപിക്കുകയാണ്. അപ്പോൾ രാഹുലിന് മറ്റൊന്നും പറയാനാകില്ല. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയല്ല ചെയ്യുന്നത്. BJPയേക്കാൾ അവർക്ക് എതിർക്കേണ്ടത് ഇടതുപക്ഷത്തെയും CPIM-നെയും അടക്കമുള്ളവരെയാണ്. അത് ഓരോ വടകര അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആ സ്വഭാവമാണ് കോൺഗ്രസ് കാണിക്കുന്നത്. ഒരു ദേശീയ പാർട്ടിയുടെ സമീപനത്തിൽ നിന്ന് അത്തരത്തിൽ സങ്കുചിതത്വത്തിലേക്ക് ചുരുങ്ങുകയാണ്. മൃദു ഹിന്ദുത്വ സമീപനം അടക്കം കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് കൂടി ഈ ഘട്ടത്തിൽ പരാമർശിക്കപ്പെടാവുന്നതാണോ? അതാണോ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ദേശിച്ചത്? എന്താണ് താങ്കളുടെ നിരീക്ഷണം? അല്ല, ഇതിനകത്ത് ഒരു പ്രസംഗത്തിന്റെ തർജ്ജമയാണല്ലോ ഇവിടെ ചർച്ചാ പ്രശ്നമായി വന്നത്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് RSSും BJPയുമായാണ്. അതിനകത്തൊരു പ്രത്യയശാസ്ത്ര നിലപാടുണ്ട് രാഹുൽ ഗാന്ധിക്ക്. അതിനെ സംബന്ധിച്ച് പരാമർശം അത് തർജ്ജമ ചെയ്ത് വന്നപ്പോൾ PJ കുര്യൻ പറഞ്ഞത് ഞങ്ങൾ CPM-നും BJPക്കും എതിരാണ് സമരം ചെയ്യുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയത്, തമാശ തോന്നിയത്, ഷുക്കൂർ അതിനെ ന്യായീകരിച്ചതാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയെ തർജ്ജമ ചെയ്ത് CPM കൂടി ചേർത്തു. ഷുക്കൂർ ആകട്ടെ വീണ്ടും PJ കുര്യനെ തർജ്ജമ ചെയ്ത് അത് രാഹുൽ ഗാന്ധി വിട്ടുപോയത് അദ്ദേഹം ചേർക്കുകയാണ് എന്ന് പറഞ്ഞു. അഥവാ രാഹുൽ ഗാന്ധി അർത്ഥമാക്കാത്തൊരു കാര്യം അർത്ഥമാക്കുകയാണ് PJ കുര്യൻ. ആരാണ് നിങ്ങളുടെ നേതാവ്? രാഹുൽ ഗാന്ധിയാണോ PJ കുര്യനാണോ? നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ഗരിമ പ്രഖ്യാപിക്കേണ്ട നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. അദ്ദേഹത്തെ തിരുത്താൻ എങ്ങനെയാണ് PJ കുര്യന് കഴിയുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പറയാം PJ കുര്യന് പറ്റിയൊരു സ്ലിപ്പാണെന്ന് പറഞ്ഞ് തീർക്കാം. അദ്ദേഹം അതിന് തയ്യാറാകുന്നതിന് പകരം ഈ ഭജനക്കാരൻ ഉരുളുന്നു എന്ന് പറഞ്ഞ മാതിരി കിടന്നുരുളുകയാണ്. അതൊക്കെ അപഹാസ്യമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. തങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവിനെയാണ് അപഹാസ്യം അവതരിപ്പിക്കുന്നതിനുള്ള നിമിത്തമാക്കുന്നത്. അത് കൂടുതൽ അപഹാസ്യമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അഖിലേന്ത്യാ നിലവാരത്തിൽ തന്നെ അതിനെതിരെ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധം CPM-ൽ നിന്ന് മാത്രമല്ല, ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന്, പ്രസ്ഥാനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സോഷ്യലിസ്റ്റുകളിൽ നിന്ന്, കോൺഗ്രസുകാരിൽ അകത്ത് നിന്ന് തന്നെ അതിനെതിരെ ഇതുണ്ടായി. അതുണ്ടായതിന് കാരണം അത് നൽകുന്ന സന്ദേശമാണ്. CPM ഇവിടെ ജയിക്കുന്നോ തോക്കുന്നോ എന്ന കാര്യം രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. മറിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു പതനം കൃത്യമായി രാഷ്ട്രീയ നിലപാട് എടുക്കുന്നില്ല എന്നതാണ്. അതാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പം അദ്ദേഹത്തിന് പിൽക്കാലത്ത് മനസ്സിലായി. അത് മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹം CPM-നെ കുറച്ച് ശ്ലാഘിക്കാൻ ഇത്തവണ തീരുമാനിച്ചത്. CPM എന്തൊക്കെ പറഞ്ഞാലും ദേശീയ നിലവാരത്തിലെടുക്കുന്ന നിലപാട് ശരിയെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്ന ഒരു നിലപാട് CPM ഒരു കാലത്തും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ RSSനെ എടുത്തു പറയുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഷുക്കൂർ അവിടെ CPM നിങ്ങൾക്ക് തിരികെ കയറ്റാൻ പറ്റുക? PJ കുര്യന് തിരികെ കയറ്റാൻ പറ്റുക? എപ്രകാരമാണ് RSSും CPM-ഉം തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ഉന്നത നേതാവ് പറഞ്ഞത്. അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. എന്നിട്ട് കിടന്ന് ഉരുളുകയാണ്. അത് പോട്ടെ.
രാഹുൽ ഗാന്ധിയിലേക്ക് വന്നാൽ നമുക്കൊരു തമാശ കാണാം. രാഹുൽ ഗാന്ധി ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ RSSന്റെ വെറുപ്പ് ഞങ്ങൾ നേരിടാൻ പോകുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലാണെന്ന് പറഞ്ഞു. അജിം ഷാദെ ഇന്ന് പറഞ്ഞാണ് RSSന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ഞങ്ങൾ നേരിടാൻ പോകുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. നേരിടേണ്ടത് ആശയപരമായാണ്. വെറുപ്പിനെ നേരിടേണ്ടത് വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, അല്ലാതെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല. വെറുപ്പ് എന്ന് പറയുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള മടിയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തരായ ആൾക്കാരോട് അഹമ്മദ് നിറഞ്ഞ സമീപനം സ്വീകരിക്കുന്ന, ഹിംസ നിറഞ്ഞ സമീപനം സ്വീകരിക്കുന്ന രീതിയാണ്. അതിനെ എതിർക്കുമ്പോൾ കൃത്യമായും ആശയപരമായ അടിത്തറയിൽ നിന്ന് വേണം എതിർക്കാൻ. രാഹുൽ ഗാന്ധിക്ക് അത് കഴിയുന്നില്ല. പകുതി ശരി അദ്ദേഹം പറയുമ്പോൾ പകുതി അദ്ദേഹത്തിന് തെറ്റിപ്പോകുന്നു. പകുതി ശരിയും പകുതി തെറ്റും കൂടി ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ അണികൾ എപ്പോഴാണ് BJPയിലേക്ക് പോകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളായി തീരുന്നു. അവിടെയാണ് അപകടം. തീർച്ചയായും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ ഉണ്ടെങ്കിൽ താങ്കൾ പ്രതികരണം പൂർണ്ണമാക്കിയിരുന്നില്ല. അതായത് കേരളത്തെയും ഇടതുപക്ഷത്തെയും പുകഴ്ത്തിയ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ ലൈനിലുണ്ടോ? കേരളത്തെയും ഇടതുപക്ഷത്തെയും പുകഴ്ത്തിയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ സന്ദേശം എന്തെന്ന് ഇന്നും മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി കേട്ട ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം, മുഖ്യമന്ത്രിയിലേക്ക്. ഇന്ന് വന്നിട്ട് പറയാണ് ഈ കേരളത്തിന്റെ ഒരു മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യമാകെ അംഗീകരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. തർക്കമില്ലത്. ആരെ നേരിടാനാ? ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരത്തിലൂടെ നൽകുന്ന സന്ദേശം എന്ത്? കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് തകർക്കേണ്ടത്, ഇടതുപക്ഷത്തെയാണ് രാജ്യത്ത് തകർക്കേണ്ടത്. അതാണോ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നില? ശരിയാണ്. അതാണോ ഇന്ന് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നില? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അത് ബോധ്യമാകുന്നതാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധി പറഞ്ഞതത്രയും കേരളത്തെയും ഇടതുപക്ഷത്തെയും പുകഴ്ത്തുന്ന രീതിയിലേക്ക് എത്തിപ്പോയതാണ്. കാരണം ഇവിടുത്തെ വസ്തുത അദ്ദേഹത്തിൽ പ്രതിഫലിച്ചത് അതുപോലെയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അറിയാം ഈ രാജ്യത്തെ ഇവിടുത്തെ അവസ്ഥ സംഘപരിവാറുകളെ എതിർക്കേണ്ടതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ചെയ്തി ആ സന്ദേശത്തിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ ആദ്യം വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന അന്നും പറയുന്ന കാര്യം ഇന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുകയാണ്. അതിപ്പോഴും പ്രസക്തമായതാണോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളിലെ ഒരു സന്ദിഗ്ധതയാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഒരു ഭാഗത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് ഈ മത്സരം എന്നാണ്. അതാണ് കേരളത്തിലെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അജണ്ട BJPയുടെ അജണ്ട തന്നെയാണ്. അവർക്കിപ്പോ ആകെ ബുദ്ധിമുട്ടായിരിക്കുന്നത് ശബരിമല പറയാൻ പറ്റുന്നില്ല, അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല. ഈ വിഷയത്തിൽ BJPക്കാരെ പോലെ തന്നെ വ്യാകുലപ്പെടുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. അപ്പൊ കോൺഗ്രസിന്റെ അജണ്ടയല്ല BJPയുടെ ഒരു അജണ്ടയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കളിക്കുന്നത്. ശരിയാണ്. കോൺഗ്രസ് BJPയുടെ അജണ്ട കേരളത്തിൽ വരുത്തുന്നത് കൊണ്ടാണ് PJ കുര്യന് പരിഭാഷ പോലും മറന്ന്, പരിഭാഷകന്റെ റോള് പോലും മറന്ന് അവിടെ RSS BJP എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അവിടെ CPM എന്ന് കൂടി കുത്തി കയറ്റേണ്ടി വരുന്നത് എന്ന് KT കുഞ്ഞിക്കണ്ണൻ നിരീക്ഷിക്കുന്നു. BJP പ്രതിനിധിയായി ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രനിലേക്ക് പോകുമ്പോൾ, ശ്രീ പുഞ്ചക്കരി, ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ വലിയ ഗോൾ അടിക്കാമെന്നാണ് താങ്കൾ കാത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് താങ്കളോട് ആരായാനുള്ളത് മറ്റൊന്നാണ്. ഇതല്ല, ഈ വിഷയമല്ല. ഇത് രണ്ട് മതേതര കക്ഷികൾ തമ്മിലുള്ള വിഷയമാണ്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ കാണണം. ആ അർത്ഥത്തിൽ കണ്ടേ ചർച്ച ചെയ്യാനാകൂ. ഇവിടെ താങ്കളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, BJP എന്ന നിലയിൽ ഇന്നൊരാൾ പ്രാർത്ഥനയിലാണ്. ആര്? യോഗി ആദിത്യനാഥ് 3 ദിവസത്തെ വിലക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ആൾ പൂജയിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ അമിത്ഷാ ഇന്നും പറഞ്ഞു, ശബരിമലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ ഗുണം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന്. അതായത് വിശ്വാസികൾക്കായിട്ട് നിലപാട് ആദ്യം പറഞ്ഞത് മാറ്റി തിരുത്തി പറഞ്ഞത് വോട്ടിന് വേണ്ടിയാണ് എന്ന് കൂടുതൽ ബോധ്യമാവുകയാണ്. ഒപ്പം ചട്ടലംഘനവും ഉണ്ട് അവിടെ. മനേകാ ഗാന്ധിയും മോദിയും
ഇങ്ങ് ശ്രീധരൻ പിള്ളയും തുണി ഉരിഞ്ഞ് പരിശോധിക്കണമെന്ന് പച്ചയായി പറഞ്ഞ മനുഷ്യനെ വേർതിരിക്കുന്ന വിഭാഗീയതയുടെ അർദ്ധമാനവതയുടെ രീതി ഇവിടെയും അവലംബിക്കുന്നു. അമിത്ഷാ വീണ്ടും ചട്ടലംഘനം നിങ്ങൾക്ക് കാറ്റിൽ പറത്താമെന്ന ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയിൽ വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. രണ്ടുപേർക്കെതിരെ നടപടി സ്വീകരിച്ചു, ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും ഇവരിത് ചെയ്യുകയാണ്. ഇവരെ ആരും പിടിക്കില്ല എന്ന ബോധ്യം ഇവർക്കുണ്ടാകുന്നത് എങ്ങനെ? ഇല്ല, അതേ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും നടപ്പിലാക്കുമ്പോൾ പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ അത് ചില ഏകപക്ഷീയമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ യു പിയിലെ മുഖ്യമന്ത്രി ആദിത്യനാഥിനോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മായാവതിക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ട് ചെയ്യും, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരും ഇതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. മറ്റു ആൾക്കാര് മറ്റു പരിപാടികളിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഓരോ ആൾക്കാരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ്. പക്ഷെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയം സംബന്ധിച്ച് ഇവിടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഇവിടെ പ്രസംഗിച്ചതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് ആദ്യമായിട്ടല്ല ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും, അത് ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ അല്ല, വിശ്വാസികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നത് ആചാര ലംഘനം നടത്തുന്ന ആ നടപടിയെ എതിർക്കുന്ന നയമാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ അവകാശ സംരക്ഷണം നടത്തുവാൻ വേണ്ടിയുള്ള ആ പോരാട്ടങ്ങൾക്ക് കോടതിയാണ് വിധിച്ചത്. വിശ്വാസികളുടെ പേരിൽ നിങ്ങൾ ആദ്യം കോടതി വിധിക്കൊപ്പമായിരുന്നു. അതിനുശേഷം നിങ്ങൾ ആ വിധിയെ എതിർത്തുകൊണ്ട് വന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്ന് കൂടുതൽ ബോധ്യമാകുന്നതാണ്. വിശ്വാസിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളുടെ അഭിപ്രായം മറച്ചു വെച്ചിറങ്ങുമ്പോൾ നിങ്ങൾ അത് വോട്ടിന് വേണ്ടിയാണ് എന്ന് കൂടുതൽ ബോധ്യമാകുകയാണ്. വിശ്വാസത്തെ വോട്ടുമായി കമ്പയർ ചെയ്യുന്ന വിശ്വാസരാഹിത്യവും വിശ്വാസികളോടുള്ള എതിർപ്പുമാണ് രാഹുൽ ഇന്ന് ഈ അമിത്ഷാ നടത്തിയത്. അത് കാണണം. അല്ലാതെ വിശ്വാസികളുടെ കാര്യം വിശ്വാസികൾ നോക്കിക്കൊള്ളും. വിശ്വാസികളെ തടഞ്ഞ് നിങ്ങൾ എങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടി പറയുന്നത്? വിശ്വാസികളെ ബി ജെ പിക്കാര് വിശ്വാസികളെ ആരും തടഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യമേ അത് സ്വാഗതം ചെയ്തെന്നും അതിനുവേണ്ടി നിലകൊണ്ടു എന്ന് പറയുന്നതും ശുദ്ധ അസംബദ്ധമാണ്. ഒരിക്കലും അടക്കമുള്ളവർ സ്ത്രീകൾ അവിടെ പ്രവേശിക്കണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്. അതുകൊണ്ട് അത് വിട്. നിങ്ങൾ ഇത് വിശ്വാസികളെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസം വോട്ടാണ്. ഈ വിഷയം ചോദ്യം എന്നോടാണല്ലോ. അല്ല, പറഞ്ഞതിലെ വസ്തുത ഞാൻ പറഞ്ഞു തീർന്നിട്ട് അദ്ദേഹം വസ്തുതകൾക്കെതിരായി താങ്കൾ പോകാവൂ. കാരണം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കരുത്, വിശ്വാസങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആദ്യം സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നില്ലേ? സുരേന്ദ്രൻ പറഞ്ഞത് അത് പണ്ടേ കയറ്റേണ്ടതായിരുന്നു, വൈകിപ്പോയി, അതുകൊണ്ട് ഇനി അതിനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, നിശ്ചയമായും കയറ്റണമെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് ഒരു ശാരീരിക പ്രക്രിയ മാത്രമാണ് എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും സുരേന്ദ്രൻ അംഗീകരിച്ചു. സുരേന്ദ്രൻ മാത്രമല്ല, ഓ രാജഗോപാൽ അതിനു മുമ്പേ ലേഖനം എഴുതി RSSന്റെ മേധാവി കയറേണ്ടതാണ് എന്ന് പറഞ്ഞു. ഈ നിലയ്ക്ക് എല്ലാവരും അംഗീകരിച്ച സുപ്രീം കോടതി വിധി നടപ്പാക്കുന്ന സമയത്താണ് വിശ്വാസവുമായി ബന്ധിപ്പിച്ച് ശബരിമലയെ ഭാവിയിൽ ഉപയോഗിക്കാം. അതാണ് എനിക്ക് വേണ്ടത് നിരീക്ഷണം. അതാ ശരിയാണ്. അപ്പോ അവരുടെ നിലപാട് മാറ്റി ഇങ്ങനെ ഒരു നിലപാടെടുത്തതിന്റെ ഗുട്ടൻസ് എന്താണ്? ഇന്ന് അമിത്ഷാ പറഞ്ഞതാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അവിടെയും വിശ്വാസികളെ ഉപയോഗിച്ച് നിങ്ങൾ വോട്ടിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് വരികയാണ്. അത് BJP മുമ്പോട്ട് വെക്കുന്ന പറയുന്ന രാഷ്ട്രീയത്തെ കൂടുതൽ വെളിവാക്കുകയാണ്. ആരോപണം. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയമായാലും അല്ലെങ്കിൽ ബാബറി മസ്ജിദുമായിട്ടും ആയാൽ പോലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അയോധ്യ വിഷയവുമായിട്ടായാൽ പോലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലങ്ങൾക്ക് മുമ്പ്, വളരെ കാലങ്ങൾക്ക് മുമ്പ് ഭക്തന്മാർക്കൊപ്പമാണ്, ആചാരം സംരക്ഷിക്കുന്നതിനൊപ്പമാണെന്ന് പലപ്പോഴും നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ്.
ഇപ്പൊ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇത്തരത്തിലുള്ള ആചാര ലംഘനം നടത്തുന്നതിനെതിരായിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ ദേശീയ അധ്യക്ഷനും ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുമെന്നാണ് ചട്ടലംഘനമാണ്. കോടതി വിധിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. നിങ്ങളുടെ യോഗിക്ക് കൊടുത്തു, എന്നിട്ടും നിങ്ങൾ അത് ആവർത്തിക്കുന്നു. അതാണ് എല്ലാത്തിനും വിശ്വാസത്തെ പോലും വിൽക്കുന്നത് വോട്ടിന് വേണ്ടിയാണെന്ന് അമിത്ഷാ കൂടുതൽ ബോധ്യമാക്കുകയാണ്. ശരി, ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, താങ്കളിലേക്കാണ് ആദ്യം ഈ ഘട്ടത്തിൽ വരുന്നത്. അതായത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതേ സംബന്ധിച്ച് പറയാനുള്ളത്. ഒന്ന്, കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി നടത്തിയ സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം, അതിലെ പരസ്യം വലിയ വിവാദവും നിങ്ങൾ പരാതിയിലേക്കുമൊക്കെ പോകുന്ന ഒരു ഘട്ടമുണ്ടായി. ഒപ്പം ഇന്ന് ഏറ്റവും പുതിയതായി ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ശശി തരൂരിന്റെ ഒരു ട്വീറ്റാണ്. അതായത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആയ സ്ത്രീകളുമായി പോകുമ്പോൾ കുലസ്ത്രീകളായ നായർ യുവതികൾക്കൊപ്പം അല്ലെങ്കിൽ കുലമഹിമയുള്ള നായർ യുവതികൾക്കൊപ്പം എന്ന് ട്വീറ്റ് ചെയ്യുകയാണ്. ആരാണ്? വിശ്വപൗരൻ, വസുദൈവ കുടുംബകം എന്ന് കാണേണ്ട വിശ്വപൗരൻ, തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ആ ജാതി പറഞ്ഞിട്ടാണ് ട്വീറ്റ് ചെയ്യുന്നത്. ഇത് നൽകുന്ന സന്ദേശം BJP നൽകുന്ന സന്ദേശത്തിൽ നിന്ന് എങ്ങനെ വ്യതിരിക്തമാകും? എന്റെ സംശയം. കെ ടി കുഞ്ഞിക്കണ്ണൻ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മുടെ അശ്ലീലകരമായ പാരമ്പര്യത്തെ പിന്തുടർന്ന ആളുകളാണ്. നമുക്കെല്ലാവർക്കും ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ആർത്തവം അശുദ്ധമാണെന്ന് RSSകാർ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത ആളുകളാണ് അവർ. ഈ വളരെ ലിബറൽ എന്ന രീതിയിൽ കുട്ടിഘോഷിച്ച് നടക്കുന്ന ഒരു വിശ്വപൗരനാണ് മിസ്റ്റർ ശശി തരൂർ. അദ്ദേഹം പോലും എന്താണ് ഈ ആർത്തവം അശുദ്ധമാണ് എന്ന വാദത്തെ അംഗീകരിക്കുക ചെയ്തത്. രാഹുൽ ഗാന്ധിയെ പോലെ വളരെ മോഡേണായി ചിന്തിക്കുന്നു നമ്മൾ കരുതുന്ന ഒരാൾ പോലും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വാദങ്ങൾക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുകയാണ് ചെയ്തത്. സുധാകരനും ശശി തരൂരും അങ്ങേയറ്റ സവർണവും സ്ത്രീവിരുദ്ധവും ആ ട്വീറ്റാണ് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത്. കെ ടി കുഞ്ഞിക്കണ്ണൻ പ്രതികരിച്ചോളൂ. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവുമായ നിലപാടുകളാണ്. സുധാകരൻ നേരത്തെ മുതൽ തന്നെ സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് വളരെ കുപ്രസിദ്ധനായ ആളാണ്. ഇപ്പൊ അദ്ദേഹം ശ്രീമതി ടീച്ചറെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ പരസ്യം ഓഡിയോ പ്രചരണങ്ങൾ നടക്കുന്ന എന്താണ്? വടക്ക മലബാറില് പോയിട്ട് എന്താ കാര്യം നടക്കണേ നമ്മൾ ആണുങ്ങൾ പോകണ്ടേ എന്നൊക്കെ ഉളുപ്പില്ലാത്ത അങ്ങേയറ്റ അശ്ലീലകരമായ സ്ത്രീവിരുദ്ധതയെ ആന്തരവൽക്കരിച്ച കോൺഗ്രസ് BJPയുടെ തന്നെ പുരുഷാധിപത്യ മനുസ്മൃതിയുടെ മൂല്യങ്ങളിലാണ് അഭിനമിക്കുന്ന എന്താണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ കേരളം പോലൊരു സമൂഹത്തിലെ ഒരു പുതുതലമുറ, ഒരു ന്യൂജൻ ഇതൊക്കെ അംഗീകരിക്കുമോ? ഇവരൊക്കെ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ മനുവിന്റെ കാലഘട്ടത്തിൽ ഒരു ബോധവും തലച്ചോറുമായിട്ടാണ് ചിന്തിക്കുകയും നടക്കുകയും ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഈ തുലാഭാരം തൂക്കാൻ പോകുന്നത്, എന്നിട്ട് തലയിൽ ഗ്ലാസ് വീണിട്ട് സ്റ്റിച്ചിടുന്നത്, ഇതൊക്കെ തന്നെ വലിയ ആഘോഷമാക്കുന്നത്, ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ജനപ്രായത്യ നിയമത്തിലെ 123-ാം വകുപ്പിന് വിരുദ്ധമാണിത്. ദൈവം, വിശ്വാസം, ജാതി, മതം, അതുമായി ബന്ധപ്പെട്ട മിത്തുകൾ, അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇതെല്ലാം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. BJPക്കാരെ പോലെ തന്നെ വിശ്വാസത്തെയും മതത്തെയും ജാതിയെയും ജാതി മൂല്യങ്ങളുടേതായി ഈ കുലസ്ത്രീ സങ്കല്പമൊക്കെ തന്നെ അങ്ങേയറ്റം ജാതി മൂല്യങ്ങൾ. അതാണ് ശ്രീ A.A. ഷുക്കൂർ അതാണ് പറയുന്നത്. മനുവാദ ബോധവും അതിലെ പുരുഷ മേധാവിത്വത്തെ സ്വീകരിക്കുന്ന മനസ്സും കെ സുധാകരൻ നടത്തുന്നു ഒരു വശത്ത്. രണ്ടാമത്തെ വശത്ത് പ്ലീസ് നോട്ട് 3 പ്രൗഡ് ആൻഡ് സ്ട്രോങ് നായർ വുമൺ, അതായത് 3 വളരെ ആഢ്യത്വമുള്ള നായർ സ്ത്രീകളോടൊപ്പമാണ് ഞാൻ എന്ന് ട്വീറ്റ് ചെയ്യുകയാണ് ശശി തരൂർ. അപ്പോ ഒരറ്റത്ത് മനുവാദത്തിന്റെ പുരുഷ മേധാവിത്വം തലയിൽ പേറുന്നു, സ്ത്രീ വിരുദ്ധത കൊണ്ടു നടക്കുന്നു. രണ്ടാമത്തേത് BJP ഉപയോഗിക്കുന്നത് പോലെ ജാതീയതയും വർഗീയതയും എടുത്തുപയോഗിക്കുന്നു. എന്നിട്ട് പേരോ വിശ്വപൗരനെന്ന്. ആ വൈരുദ്ധ്യമാണ് കെ ടി കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ചത്. അത് എങ്ങനെയാണ് BJPയിൽ നിന്ന് കോൺഗ്രസ് വ്യതിരിക്തമാക്കുന്നത്? ശ്രീ A. ഷുക്കൂർ. എത്ര അവസരവാദപരമായ ഒരു സമീപനമാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ CPM കൈക്കൊള്ളുന്നത്. എത്രയോ അവസരവാദപരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് എല്ലാ സർവേ റിപ്പോർട്ടുകളും
പുറത്തു വരുമ്പോൾ ഇത് CPM-നും LDF-നും ക്ഷീണമുണ്ടാകാൻ പോകുന്നു. ചില സ്ഥലങ്ങളിൽ CPM BJP-ക്കും പുറകിലേക്ക് പോകാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അജിം ഷാ, നിങ്ങളും ശ്രീ ഭാസുരേന്ദ്ര ബാബുവും ശ്രീ കുഞ്ഞിക്കണ്ണനും എത്ര മാത്രം പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് അതിനെയൊക്കെ അതിജീവിക്കാൻ. അല്ല ശ്രീ ശുക്കൂർ, എന്റെ സംശയം ഇതാണ് ഇപ്പോഴേ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ജാതീയതയും വർഗീയതയും ഉപയോഗിക്കുന്നത്? ട്വീറ്റുകളിലടക്കം മനുവിനെയും എന്തിനാണ് നിങ്ങൾ ഈ വർഗീയത, നിങ്ങൾക്ക് തോന്നുന്നത് പോലുള്ള വർഗീയത, കാപട്യം, ഇത് പച്ചയായി നിങ്ങൾ പറയുകയല്ലേ, എന്നിട്ട് ഇതിനെ ന്യായീകരിക്കുകയല്ലേ? ശശി തരൂരിന്റെ ട്വീറ്റാണ് ഞാൻ കാണിച്ചത്, പറഞ്ഞത് ശ്രീ ശുക്കൂർ. എത്രയോ സത്യമാണ് കേരളത്തിലെ മത്സരം. അത് പറയട്ടെ കുര്യൻ സാർ പറഞ്ഞ എത്രയോ സത്യമാണ്. ശ്രീ നിങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, നിങ്ങളുടെ നേതാക്കളും പറഞ്ഞപ്പോൾ വയനാട്ടിൽ നിന്ന് ഒളിച്ചോടി പോയോ ശ്രീ രാഹുൽ ഗാന്ധി തന്റെ ഇടത്തോടുകൂടി മത്സരിക്കുകയല്ലേ? അപ്പോഴും പറഞ്ഞു BJP-യുടെ സ്ഥലത്ത് പോയി മത്സരിക്കാൻ. ഇതല്ലേ നിങ്ങളുടെ ഞങ്ങൾ പച്ചയായി ഇതൊക്കെ യാഥാർത്ഥ്യം പറയുന്നു. ഞങ്ങളുടെ മനസ്സിൽ അത്രത്തിൽ കളങ്കമില്ലാതെ നിൽക്കുന്നു. നിങ്ങളാണ് സ്ത്രീ പക്ഷത്ത് നിന്ന് ഇപ്പൊ സുധാകരൻ ആക്ഷേപിക്കുന്നത്. നിങ്ങളുടെ അന്വേഷണം എവിടെ പോയി? AK ബാലനും ശ്രീമതി ടീച്ചറും മറ്റേ നമ്മുടെ ശശിയെ കുറിച്ച് MLA കുറിച്ച് അന്വേഷിച്ചല്ലോ. എവിടെ റിപ്പോർട്ട്? സുധാകരൻ നാടൻ ഭാഷ ഉപയോഗിച്ചു. ഒരർത്ഥത്തിൽ നോക്കൂ, പാർലമെന്റിലെ ചില പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിൽ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ശ്രീമതി ടീച്ചറിന്റെ പുറത്തു വന്നില്ലേ? ഇത് കണ്ട ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇത് കണ്ട ആരെങ്കിലും? അപ്പൊ നിങ്ങളുടെ പാർട്ടി ഈ വാസുദേന്ദ്ര ബാബു നിരീക്ഷണം നടത്തുന്ന പാർട്ടി വക്താവായി വരുന്നവർ ഇതൊക്കെ അറിയണ്ടേ? ശ്രീ ശുക്കൂർ, ഞാൻ ചോദിക്കുന്നത് ഇതാണ് എന്റെ ചോദ്യത്തെ ഒന്ന് കേൾക്കൂ. ഏരിയ സെക്രട്ടറി ശ്രീ എ ശുക്കൂർ, അതല്ല ഞാൻ ചോദിക്കുന്നത്. പറയൂ ഓൻ പോയാൽ നടക്കും, ഓന് പോയാൽ നടക്കില്ല എന്ന് 21ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകനായ താങ്കൾക്ക് ആ പരസ്യത്തെ, അങ്ങനെ പറയുന്ന പരസ്യത്തെ ന്യായീകരിക്കാനാകുന്നത്? ഒന്ന്. രണ്ട്, എന്തിനാണ് എന്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും ഒപ്പം എന്ന് ട്വീറ്റ് ചെയ്യേണ്ടതിന് പകരം മഹിമയുള്ള കുലസ്ത്രീകളായ നായർ സ്ത്രീകളോടൊപ്പം എന്ന് എന്തിനാണ് ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൗരൻ ട്വീറ്റ് ചെയ്യുന്നത്? അതിലെ അപഹാസ്യതയാണ് ഞാൻ താങ്കളോട് സംശയമായി ചോദിക്കുന്നത്. KT കുഞ്ഞിക്കണ്ണൻ അതാണ് ചോദിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. വിശ്വപൗരനായ ശശി തരൂരിന്റെ ട്വീറ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശശി തരൂര് തന്നെ മറുപടി പറയും. അതിനകത്ത് ഒരു തർക്കമില്ല. അതിൽ നിന്നൊന്നും പുറകോട്ട് പോകുന്ന ആളല്ല ശശി തരൂർ. ബാബു പറയും. ഞാനൊന്ന് പറഞ്ഞു വരുന്നത്, പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു സമയം തരൂ. നിങ്ങൾ ഇത് പെട്ടെന്ന് ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇങ്ങനെ പോകാമോ? ഇത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ പോലും എന്നെ കൊണ്ട് അനുവദിക്കില്ല എന്ന തരത്തിലാണെങ്കിൽ ഇതെന്തൊരു ചർച്ചയാണ്? ഒരിക്കലും അല്ല, ഇതെന്തൊരു ചർച്ചയാണ്? താങ്കൾ ഞങ്ങളുടെ അതിഥിയാണ്. ശ്രീമതി ടീച്ചറിനെ കുറിച്ച് ആണുങ്ങൾ ഒരു നാടൻ പറയാൻ അവസരിക്കൂ. ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? അതിൽ നിന്ന് തുടങ്ങണം. അതാണല്ലോ ഇവിടെ തുടങ്ങി വെച്ചത്. രാഹുൽ ഗാന്ധി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളോടൊപ്പമാണ്, വിശ്വാസ സമൂഹത്തോടൊപ്പമാണ്. വിശ്വാസ സമൂഹങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ തുറന്നു പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞ അതെല്ലാം മറച്ചു വെക്കുകയാണ്. കുര്യൻ സാറിന്റെ നാവിൽ നിന്ന് വന്നുപോയി. കുര്യൻ സാർ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? BJP-യോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോട് കേരളത്തിൽ പോരാടുകയല്ലേ ഞങ്ങൾ? അത് മറച്ചു വെക്കണോ? അത് രാഹുലിന് അറിഞ്ഞുകൂടെ? എന്തുകൊണ്ട് രാഹുൽ അത് പറഞ്ഞില്ല? അതോടൊപ്പം അല്ലല്ല പറയട്ടെ, ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു കാര്യം കൂടെ കേൾക്കൂ. രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ പറഞ്ഞു BJP ചെയ്ത പോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും
ഇത്ര ദുർബലമാക്കിയ BJP പോലെ CPM ചെയ്തിട്ടില്ല. പക്ഷേ കൊന്നുകളയുന്ന ഉന്മൂല സിദ്ധാന്തം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ തിരിച്ചറിയണം. ആ രാഷ്ട്രീയം കൊല്ലുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കപ്പെടണം. ഇത് ആരോടൊക്കെയാണ്? തൃശൂരിൽ ഗ്രൂപ്പ് പഴക്കിന് വേണ്ടി 3 കോൺഗ്രസുകാർ പരസ്പരം വെട്ടിമരിച്ചത് കൂടിയാണ് ശ്രീ ഷുക്കൂർ. മധു, അതിന്റെ പ്രയാസം ഞങ്ങൾ അനുഭവിച്ചവരാണ്. തൃശൂർ ജില്ലയിൽ ഞങ്ങൾ അതിന്റെയൊക്കെ പ്രയാസം അനുഭവിച്ചവരാണ്. കഴിഞ്ഞ ഇനി എനിക്കൊരു കാര്യം, ശരി ശരി, അതൊക്കെ താങ്കൾ വിശദീകരിച്ചത് കൺവിൻസ്ഡാണ്, അതൊക്കെ താങ്കൾ വിശദീകരിച്ചത് ബോധ്യമായി. എനിക്കറിയേണ്ടത് കെ സുധാകരന്റെ സ്ത്രീ വിരുദ്ധതയും ശശി തരൂർ നായർ സ്ത്രീകളെന്ന് ട്വീറ്റ് ചെയ്തതിനെ കുറിച്ചും താങ്കൾക്ക് വിയോജിപ്പുണ്ടോ ഇല്ലയോ? എനിക്ക് ശശി തരൂരിന് പറഞ്ഞത് സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തത് സംബന്ധിച്ചുള്ള കാര്യം അദ്ദേഹം തന്നെ മറുപടി പറയും. അതിലൊന്നും ഒളിച്ചോടുന്ന ആളല്ല. വളരെ വ്യക്തതയോടുകൂടി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിവുള്ള വിശ്വ പൗരൻ തന്നെയാണ് ശശി തരൂർ. സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരു സംശയം വേണ്ട. കെ സുധാകരൻ ഒരു പ്രയോഗം നടത്തിയത് അത് ഒരർത്ഥത്തിൽ ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ കേരളത്തിലെ MP ആയി, കണ്ണൂരിലെ ജനപ്രതിനിധിയായി, പാർലമെന്റിലെത്തി ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശ്രീമതി ടീച്ചറിന്റെ സോഷ്യൽ മീഡിയയിലൂടെ എത്ര കാര്യങ്ങൾ, പ്രസംഗങ്ങൾ പുറത്തു വന്നു. ഇത് കണ്ട ഒരാൾ ആരെങ്കിലും ശ്രീമതി ടീച്ചറിന്റെ ആ അവതരണത്തെ അനുകൂലിക്കുമോ? ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ജനാധിപത്യത്തിലെ ഏതൊരു മത്സരിക്കുന്ന ആളെ മാത്രമല്ല, ഏത് സ്ഥാനാർത്ഥിയുടെ മാത്രമല്ല, ഏതൊരു പൗരന്റെ അവകാശമാണ്. പാർലമെന്റില് പ്രസംഗം അത് അവതരിപ്പിക്കുമ്പോൾ അത് വ്യക്തമാക്കേണ്ടത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ശ്രീ സുരേന്ദ്ര ബാബു, മതേതരത്വത്തെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്, ഫാസിസത്തെയാണ് എതിർക്കപ്പെടേണ്ടത്. അവിടെ ഇടതുപക്ഷത്തെ പോലും ആ അർത്ഥത്തിൽ അദ്ദേഹം കേരളത്തെ പോലും സ്വീകരിക്കാനാണ് ശ്രമിക്കുന്നത്, പ്രവൃത്തിയിലും ചെയ്തിയിലും മറ്റ് സന്ദേശമാണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ നോക്കൂ, കോൺഗ്രസ്സുകാരായ രാഹുൽ ഗാന്ധിയുടെ അനുയായികൾ ചെയ്യുന്നത്, ശശി തരൂരിന്റെ ട്വീറ്റിൽ എന്തിനാണ് നായർ യുവതികളെന്ന് ട്വീറ്റ് ചെയ്യുന്നത്? ഒരു വിശ്വപൗരന് യോജിച്ചതാണോ? കെ സുധാകരൻ പറയുകയാണ് സ്ത്രീ വിരുദ്ധമായ പരാമർശം ഈ 21-ാം നൂറ്റാണ്ടിൽ. ഇത് ഒരു നൈതിക രാഷ്ട്രീയത്തിന്റെ പ്രശ്നം കൂടിയാണ്. BJP അല്ല ഇത് പറയുന്നത്, അതാണ് വിഷയം. ഈ വിശ്വാസത്തേക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് താൽക്കാലിക നേട്ടം കൊയ്യാനുള്ള ഒരു രീതിയാണ്. അത് BJP ആണ് സമർത്ഥമായി ചെയ്ത് ഇന്ത്യയിൽ അധികാരം പിടിച്ചത്. ഷുക്കൂറെ, നിങ്ങൾ അതേ രീതി തന്നെ സ്വീകരിച്ച് പിടിക്കാൻ ശ്രമിച്ചാൽ BJP-ക്കാരെ പോലെ നിങ്ങളും അപഹാസ്യരാകും ഭാവിയിൽ. എല്ലാ കാര്യത്തിനും ഒരു വർത്തമാനം പോലെ തന്നെ ഒരു ഭാവിയുമുണ്ട്. അതെന്താണ് ശ്രദ്ധിക്കാതെ പോകുന്നത്? ഒരു നിലപാട് വേണ്ടേ? ഞാനിത് പറയുന്നത് ഇപ്പം ശശി തരൂർ സോഷ്യലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ, ഡെമോക്രാറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ. അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരുമ്പോൾ കുലീനരായ നായർ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്നു. അത് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിലുടനീളം എനിക്ക് പ്രചോദനമാകുന്നത് ഈ കുലീനരായ നായർ സ്ത്രീകളാണ് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം എന്താ? അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള ഒരു കുലീനരായ നായർ സ്ത്രീകൾ തന്നെയാണല്ലോ, സുന്ദരികളാണ്, കുലീനരായ ഒക്കെയാണ്. പക്ഷെ BJP-യിലാണല്ലോ അവരുള്ളത്, അല്ലേ? അതും ഒരു പബ്ലിക് രംഗത്തുള്ള ആക്ടിവിറ്റിയാണോ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ ആൾ ചോദിക്കില്ലേ? ഇത് ചോദിക്കുമ്പോൾ ഷുക്കൂറിന് പോലും സഹായിക്കാൻ ഒക്കൂലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ജാമ്യം എടുത്തത്. ശശി തരൂരിനോട് ചോദിച്ചോളാൻ പറഞ്ഞു. പക്ഷേ സുധാകരന്റെ കാര്യത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു സുധാകരൻ വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ലെന്നാണ്. നോക്കൂ, സുധാകരൻ ഇതിനു മുമ്പ് പിണറായിയെ വിമർശിച്ചപ്പോൾ ആണും പെണ്ണും കേട്ട നിലപാടെന്ന് പറഞ്ഞു. വലിയ ആക്ഷേപം വന്നു. അത് പിണറായിയെ വിമർശിച്ചു എന്ന രീതിയിലല്ല. സ്ത്രീകളെ സംബന്ധിച്ച്, സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ച് ഒരു വിവരവും ചുക്കിനും ചുണ്ണാമ്പിനും അറിവ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കില്ല. അതാണ് നിങ്ങളുടെ ഒരു ദൗർബല്യം. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ഓള് പോയിട്ട് എന്താ ഓലല്ലേ പോകേണ്ടത്? അതെങ്ങനെയാണ് പറയാൻ കഴിയുക?
ശ്രീമതി ടീച്ചർക്ക് ഇംഗ്ലീഷ് അത്ര മികച്ച രീതിയിലൊന്നും അറിയില്ല, അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഭാഷ അറിയലല്ല ഒരു MP-യുടെ എന്താ പറയുക പാർലമെന്റിലെ പ്രകടനത്തിന്റെ ഉള്ളടക്കം. ഭാഷ അറിയലല്ല. ഭാഷ അതിനാണല്ലോ അവിടെ മറ്റ് സംവിധാനങ്ങളുള്ളത്. ഭാഷ പഠിക്കണം എന്ന് പറയുന്നത് നല്ല കാര്യം. ഭാഷ അറിഞ്ഞാലേ MP ആകൂ എന്നൊന്നും താങ്കൾ വിചാരിക്കരുത്. താങ്കൾക്കും കാണുമല്ലോ MP ആകാനുള്ള മോഹം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ താങ്കളുടെ ഭാഷാ പരിചയം വെച്ച് എങ്ങനെയാണ് താങ്കൾ MP ആകാൻ പോകുന്നത്? അപ്പൊ അങ്ങനെയുള്ള ധാരണ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പറയരുത്. ഭാഷയൊന്നും അറിയണമെന്നില്ല. ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ പൊയ്ക്കോട്ടെ. പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റല്ലേ സുധാകരൻ ചെയ്തത്? സ്ത്രീ പുരുഷ കാര്യങ്ങളിൽ, സ്ത്രീ ശാക്തീകരണത്തിൽ അദ്ദേഹം ലെവലേശം വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞ ആ തെറ്റിന്റെ പക്ഷത്ത് തന്നെ അദ്ദേഹം നിൽക്കുന്നു. തീർന്നില്ല, വേറെയും പറയാം. ഈ സുധാകരനെ പോലെ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരാളാണ് BJP-യിൽ കെ സുരേന്ദ്രൻ, അതുപോലെ എവിടെയും ഇല്ലാത്ത PC ജോർജ്. ഇവരൊക്കെ ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ്. സ്ത്രീ വിരുദ്ധത പറയുന്നത് ഉണ്ട്. PC ജോർജ് ഇപ്പൊ NDA ആണെന്ന് അദ്ദേഹം പറയും. ഈ PC ജോർജ് അവിടെ പത്തനംതിട്ട ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞത് വീണ ജോർജ് പോയി MP ആയി പോയാൽ ശബരിമല നട തുറക്കുമ്പോൾ MP-യുടെ അധികാരത്തോടെ കയറാൻ വരുമെന്ന്. 45 വയസ്സേ ഉള്ളൂ, കയറും, നോക്കിക്കോ, അതുകൊണ്ട് കയറ്റാതിരിക്കണം. അവർ MLA ആണ്, MLA-ക്കും പോകാമല്ലോ. എന്തൊരു പറച്ചിലാണ് ഇതൊക്കെ. ഈ നിലയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കുമല്ലോ ചീത്തയാണെന്ന്. ഇത് തന്നെയാണ് സുരേന്ദ്രനും പറയുന്നത്, ക്ഷമിക്കുക, സുധാകരനും പറയുന്നത്. സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമലയ്ക്കടുത്തൊരു ട്രൈബൽ കോളനി പോയി സുരേന്ദ്രൻ പ്രസംഗിച്ചു. ഇത് അയ്യപ്പന്റെ വാർഡാണ്, അദ്ദേഹം പ്രസംഗിക്കുക. അയ്യപ്പന്റെ വാർഡിൽ BJP-ക്ക് മാത്രമാണ് വോട്ട്, ഒന്ന്. പിന്നെ അതിന് തൊട്ട് പിറകെ ശരണം വിളിയും ഉണ്ടായി. നോക്കൂ ഷുക്കൂർ, നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ, ഇവിടെ ഇടതുപക്ഷം മാത്രമാണ് നിയമം തെറ്റിക്കാതെ നിൽക്കുന്നത്, നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ ഇവരൊക്കെ കേസിൽപ്പെടും. കേസിൽപ്പെടുമ്പം ചുണ്ണാമ്പ് തൊട്ട് എണ്ണാൻ ആളില്ലാതെ വരും. അപ്പോഴും ഇതൊക്കെ പറയണം. അതാണ് ഞാൻ പറയുന്നത്. ഷുക്കൂർ, മറുപടി ഉണ്ടെങ്കിൽ വേഗം. തീർച്ചയായും മറുപടി വ്യക്തമായിട്ടുണ്ട്. വാസുരേന്ദ്ര ബാബു ഞങ്ങളെ പഠിപ്പിക്കണ്ട, കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിച്ചാൽ മതി. വാസുരേന്ദ്ര ബാബുവിന്റെ ചരിത്രവും പൈതൃകവും ഒക്കെ ഞാൻ പറയാം, പക്ഷെ എനിക്കുള്ള സമയം തരണം. വാസുരേന്ദ്ര ബാബു കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ അല്ലല്ല വ്യക്തിപരമായി അദ്ദേഹം എന്നെ പരാമർശിച്ചു, അതുകൊണ്ട് തന്നെയാ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രഖ്യാപിക്കുകയും പറയുകയാണ്, പ്രവൃത്തി ചെയ്ത കുഴപ്പക്കാർ നിങ്ങളുടെ ഭാഗത്താണ് കൂടുതൽ, CPM-ന്റെ ഭാഗത്താണ്. MLA-മാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്, നേതാക്കളുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുണ്ട്. ഇതെല്ലാം സ്ത്രീകളുടെ പേരിൽ സ്ത്രീ പ്രശ്നത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരാണല്ല. അവരെ കുറിച്ച് പറയൂ. എന്നിട്ട് വേണം സുധാകരനെയും ശശി തരൂരിനെയും പാഠം പഠിപ്പിക്കാൻ വാർത്തയുടെ പേരിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മര്യാദ രണ്ട് ഭാഗത്തുനിന്നുണ്ടാകണം. ആ മര്യാദയും മാന്യതയും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പറഞ്ഞവരെ കുറിച്ച് ആക്ഷേപം പറയുന്നത്, ആ പ്രവർത്തനങ്ങളുണ്ടല്ലോ, പ്രവൃത്തിയുടെ ആ ചിത്രമുണ്ടല്ലോ, എത്രമാത്രം വികൃതമാണ്, എത്രമാത്രം കേരളീയ സമൂഹത്തിൽ. അത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്, പ്രതികരിക്കുകയാണ് ജനങ്ങൾ. ശരി, ജനം പ്രതികരിച്ചോട്ടെ, അത് നമുക്ക് ബോധ്യമാകണമെങ്കിൽ 23 വരെ കാത്തിരിക്കണമല്ലോ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ ലൈനിലുണ്ടോ? അതായത് ഈ വർഗീയതയെയും ജാതീയതയെയും വംശീയതയെയും വിഭാഗീയതയെയും തെരഞ്ഞെടുപ്പിൽ വോട്ടിന് ഉപയോഗിക്കരുത്, ഇത് ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞതിന് ശേഷവും ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് BJP-ആണ്. അതിനെതിരെ പോലും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ്സുകാർ രംഗത്തെത്തുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും കേരളത്തിൽ വിശ്വപൗര ബ്രാൻഡുള്ള ആൾക്കാർ വരെ ജാതി തിരിച്ച് ട്വീറ്റ് ചെയ്യുകയാണ്. ഇതിനെ വിമർശിക്കപ്പെടേണ്ടത് 4 വോട്ടിന് വേണ്ടി ഇത്തരം പ്രവർത്തികൾ നെഹ്റുവിന്റെ കോൺഗ്രസ് ചെയ്യാൻ പാടുണ്ടോ എന്ന വലിയ സൈദ്ധാന്തിക ചോദ്യം ഉന്നയിച്ച് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ തകർക്കുന്ന നിലപാടാണ്. നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ആർട്ടിക്കിൾ 123 പ്രകാരം ദൈവം, മതം, ജാതി ഇതിന്റെ ഒന്നും പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ല. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ വിദ്വേഷ പ്രചരണം നടത്താൻ പാടില്ല. മിസ്റ്റർ സുധാകരൻ ഇവിടെ ചെയ്തിരിക്കുന്നതാണ് ഭരണഘടനയുടെ ലിംഗനീതിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഓള് പോയിട്ട് എന്താ കാര്യം? ഓക്കെന്ത് ചെയ്യാൻ പറ്റും? ആണുങ്ങൾ പോയാലല്ലേ കാര്യം നടക്കുക.
ഇതാണ് അദ്ദേഹത്തിന്റെ പരസ്യവാചകം. അജിംഷേ, ആണുങ്ങൾ പോയാലല്ലേ കാര്യം നടക്കാൻ പറ്റും. ഇതിൽ പരം സ്ത്രീവിരുദ്ധമായ മറ്റൊരു പ്രസ്താവന 21-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസുകാർക്ക് ഇത്തരം ഒരാളെ ന്യായീകരിക്കാൻ ഈ ഷുക്കൂർ പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല. അതെന്റെ ഭാഗ്യം. ഞാൻ പ്രകോപിതനാവണ്ടല്ലോ, കാരണം എന്തോ ശബ്ദപ്രശ്നമുള്ളതൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഷുക്കൂറിനെ പോലുള്ള സുഹൃത്തുക്കളെ ആലോചിക്കണം, എന്ത് സ്ത്രീവിരുദ്ധമായ പ്രസ്താവനയാണിത്. മിസ്റ്റർ ശശി തരൂര്, അദ്ദേഹം കോൺഗ്രസിലെ ഇന്ത്യൻ മധ്യവർഗങ്ങൾ എന്ന് പറയുന്ന, ഇന്ത്യൻ ലിബറലുകൾ എന്ന് പറയുന്ന ഒരു വിഭക്ത സ്വഭാവമുള്ള ആളുകളാണ്. അവർ സവർണ മൂല്യങ്ങളെ ആന്തരവൽക്കരിച്ച് പുറത്ത് ആധുനികതയുടെ, അതായത് കൊളോണിയൽ ആധുനികതയുടെ രൂപങ്ങൾ എന്നുള്ളതൊക്കെയാണ് ഇന്ത്യൻ ലിബറലുകളെ എപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇപ്പൊ ശശി തരൂരിനെ പോലുള്ള ആളുകൾ പുറത്ത് കാണിക്കുന്ന ലിബറലിസം ഉണ്ടല്ലോ, അദ്ദേഹം എത്ര യാഥാസ്ഥികനാണ്, എത്ര പിന്തിരിപ്പനാണ്, എന്ത് അശ്ലീലകരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ലജ്ജ തോന്നാത്ത ഒരാൾ എന്ത് കോൺഗ്രസാ? അയാൾ എന്ത് നെഹ്റുവിന്റെ പാർട്ടിയാ? അയാൾക്ക് എന്ത് സെക്യുലറിസമാണുള്ളത്? BJP ഉയർത്തുന്ന സവർണാധികാരത്തിൻ്റെതായ, ഇന്ത്യൻ സവർണാധികാരം എന്ന് പറയുന്നത് ബ്രാഹ്മണ മൂല്യങ്ങൾ, മനുസ്മൃതികളിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നത്. ആ പ്രത്യയശാസ്ത്ര മൂല്യങ്ങളെ തന്നെയാണ് RSSകാരെ പോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസുകാരും പിന്തുടരുന്നത് എന്നാണ് സുധാകരന്റെയും ശശി തരൂരിന്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനകൾ നമ്മൾ കാണുന്നത്. തീർച്ചയായും ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകൾ അജയ് തറയുന്ന പോലുള്ള ആളുകൾ എന്താണ്, അവരങ്ങേറ്റ സ്ത്രീവിരുദ്ധമായി സംസാരിക്കുകയായിരുന്നു. ആർത്തവത്തെ ഒരു ജൈവ പ്രക്രിയയായിട്ട് പോലും കാണാത്ത, അത് സ്ത്രീയെ അധമയായി കാണുന്ന, വധിഷ്ഠസൂത്രത്തിലൊക്കെ തന്നെ പറയുന്നത് പോലെ സ്ത്രീയെ അധമയായി കാണുന്നതിനുള്ള ഒരു കാരണമായി സംഘപരിമാർ, ഈ രാഹുൽ ഈശ്വരൊക്കെ പറയുന്ന വാദങ്ങൾക്ക് യേശു മൂളിക്കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് BJP ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക്. ശരി, വ്യക്തമാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ. ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ, വളരെ ചുരുക്കി പെട്ടെന്ന്, അതായത് താങ്കൾ BJP പറയുന്ന ജാതീയതയും വർഗീയതയും തെറ്റാണെന്ന് പറയില്ല, കാരണം താങ്കളുടെ പരിമിതി കൊണ്ട്, പക്ഷേ രാഷ്ട്രീയ പരിമിതി. പക്ഷേ ഈ ശശി തരൂർ, തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ എല്ലാ മതക്കാരുമുണ്ട്, എല്ലാ ജാതിക്കാരുമുണ്ട്, മതത്തിലില്ലാത്തവരുണ്ട്, അങ്ങനെയുള്ള എല്ലാവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ, കോൺഗ്രസിനെ പോലെ ഒരു മതേതരത്തിൽ നിൽക്കുമ്പോൾ, ഇങ്ങനെ നായർ യുവതികൾ എന്നൊക്കെ ട്വീറ്റ് ചെയ്യുന്നത് ശരിയാണോ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരത്തില് ശശി തരൂരായാലും അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും, സുധാകരനായാൽ പോലും ഇത്തരത്തില് എഴുതുന്നതും അഭിപ്രായം പറയുന്നതും സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആ സമുദായത്തെയും അവരുടെ സംസ്കാരത്തെയും ഇവിടുത്തെ വനിതകളുടെ അവരുടെ ആ പാരമ്പര്യത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വർത്തമാനമാണ് ശശി തരൂർ പലപ്പോഴും ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് പ്രതിഷേധാർഹമാണ്. പക്ഷേ ഇവിടെ ശശി തരൂരിന്റെ ഇത്തരത്തിലുള്ള അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം നമ്മൾ പറയുമ്പോഴും കോൺഗ്രസ്സുകാരുടെ സ്ത്രീ വിരുദ്ധത ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ CPMന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. CPM എന്ന് പറയുന്ന ആ പാർട്ടിക്ക് ഞാൻ ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടെ പ്രസംഗിക്കാൻ വന്നു. രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വരുമ്പോൾ അതിനെ അദ്ദേഹം പ്രസംഗിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം ഓരോ പ്രതിനിധികളും സംസാരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ LDFനും UDFനും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ, രാഹുലിന്റെ പ്രസംഗത്തെ ഇവിടെ ന്യായീകരിച്ചുകൊണ്ട് വർത്താനം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്രതിനിധികളും വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് LDFനും UDFനും ഒരു പ്രത്യേകം സ്ഥാനാർത്ഥികളുടെ ആവശ്യം എന്താണ്? രാഹുലിന്റെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, രാഹുലിന്റെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ LDFന് എന്തിനാണ് പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത്? നിങ്ങൾക്കൊരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതാണ് ആവശ്യം. ഇതായിരിക്കണം നമ്മുടെ ഈ രാജ്യത്ത് ഇന്ന് നടപ്പിലാക്കേണ്ടത്. കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ LDFകാരും നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ബദലാകാനുള്ള സ്കോപ്പ് വർഗീയ കക്ഷിയായ BJPക്ക് ഇല്ല എന്ന് നിങ്ങൾ ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്നതാണ്. രണ്ട് മതേതര കക്ഷികളെ വിമർശിക്കുമ്പോൾ വരുത്തുന്ന കള്ളി, ആ മാനം, ആ യുക്തി ഒരു ഫാസിസ്റ്റ് കക്ഷിയോട് എടുക്കാനാകില്ല. തീർച്ചയായും വർഗീയ, മനേകാ ഗാന്ധി ഇപ്പോൾ പറഞ്ഞത് വർഗീയതയല്ലേ? ശ്രീധരൻ പിള്ള ഇന്നലെ പറഞ്ഞത് വർഗീയതയല്ലേ? ശ്രീധരൻ പിള്ള തുണി ഉരിഞ്ഞു നോക്കണമെന്ന് വരെ വംശീയമായി അഡ്രസ് ചെയ്തു. സമയപരിമിതി മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് ഇവിടെ കോൺഗ്രസും LDFുമാണ്. അതുകൊണ്ടാണ് വയനാട് എന്ന് പറയുന്ന ലോക്സഭ തെരഞ്ഞെടുക്കുവാൻ രാഹുലിനെ പ്രേരിപ്പിച്ചത്. ശരിയാണ്. ഇത് പറയുന്നത് മനേകാ ഗാന്ധിയുടെയും അമിത്ഷായുടെയും ശ്രീധരൻ പിള്ളയുടെയും BJP ആണ് എന്നുകൂടി ഞാൻ ചേർക്കുന്നു. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.